നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യമാണ്. കഴിഞ്ഞ മാസം നമ്മൾ ത്രയോദശിയുടെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ത്രയോദശി എന്ന് പറയുന്നത് മഹാദേവൻ, ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവം ആടുന്ന ദിവസമാണ്. ഇപ്പോൾ ഒരു മാസത്തിൽ 2 ത്രയോദശി വരും. ഒന്ന് കൃഷ്ണപക്ഷ ത്രയോദശി, മറ്റൊന്ന് ശുക്ലപക്ഷ ത്രയോദശി. അപ്പോൾ ഇത്തവണ വരുന്നത് ശുക്ലപക്ഷ ത്രയോദശിയാണ്. ശുക്ലപക്ഷ ത്രയോദശിയിലെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യൻ ഉച്ചം ചെയ്യുന്ന മാസം കൂടിയാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ത്രയോദശിയുടെ മഹാദേവൻ നടനമാടാനുള്ള കാരണം എന്താണ്? അന്നത്തെ ദിവസം ത്രയോദശി ദിവസം സൂര്യനിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വാതകങ്ങൾ ഭൂമിയിലേക്ക് കൂടുതൽ പ്രവഹിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രകൃതിയിൽ മൊത്തം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് വരെ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം വലിയ മാറ്റമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ മാറ്റങ്ങൾ കൂടുതൽ നമ്മളെ ജീവിതത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ത്രയോദശി ദിവസം മഹാദേവൻ വൈകിട്ട് 4:30 മുതൽ നടന താണ്ഡവം ആരംഭിച്ച് 6 മണി വരെ 1.5 മണിക്കൂറാണ് ഭഗവാന്റെ നടന താണ്ഡവം. ആ നടന താണ്ഡവം ആടുന്ന സമയം നമ്മൾ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെ ത്രയോദശി ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച്, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് മഹാദേവൻ്റെ സ്തോത്രങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപവാസ വ്രതം എടുക്കാം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നോൺ വെജ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കുക. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് വൈകിട്ട് നടന താണ്ഡവം കഴിയുമ്പോഴാണ് പാരണ വിടുക എന്ന് പറയുക. 6 മണിയാകുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കരിക്കും വെള്ളം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കഴിച്ചുകൊണ്ട് നമുക്ക് ഈ പാരണ, അതായത് വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ അങ്ങനെ അറിയില്ലാത്തവർക്ക് ഇനിയിപ്പം മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരംഭിക്കാം. അപ്പോൾ സാധാരണക്കാർക്ക് അതൊന്നും അറിഞ്ഞുകൂടാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഈ ദേവലോകത്തിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താം. കേരളത്തിൽ പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന സമ്പൂർണ്ണ പൂജകളുള്ള ഏക മഹാദേവ ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾ മരിക്കാൻ കിടക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് രാത്രി ഒരാൾ വിളിച്ചു പറയാണ്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിച്ചോളൂ, ഇനി രക്ഷയില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ആ സമയത്ത് ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് 108 ജലധാര 16,500 രൂപയാകും, നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന നിമിഷം അവർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അയാൾ മരിക്കില്ല. അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരുപാട് ആളുകളുണ്ട്. ഇതെല്ലാം ദേവദേവൻ മഹാദേവൻ്റെ കഴിവാണ്, അല്ലാതെ എൻ്റെ കഴിവെന്നല്ല ഞാൻ പറയുന്നത്. ദേവദേവൻ മഹാദേവന് നമ്മൾ പിറ്റേ ദിവസം അപ്പം തന്നെ മേളക്കാർ വിളിച്ചു പറയും. മേളത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ഭഗവാന് 108 ജലധാര നടത്തണം എന്ന് പറയുന്ന നിമിഷം അവർ എഗ്രി പറയുമ്പോൾ തന്നെ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അനുഭവമുണ്ട്, അനുഭവസാക്ഷ്യം, വോയിസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ട കള്ളക്കഥകളല്ല, അവിടെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യമാണ് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിവിടെ പ്രണവമലയിൽ എത്തണം. ഇവിടെ എല്ലാ ദിവസവും രാവിലെ മുതൽ 4 മണിക്ക് വരെ നട തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് 8 മണി 9 മണി വരെ നട തുറന്നിരിക്കും. പൂജകളുള്ള ക്ഷേത്രങ്ങളിൽ രാത്രി 10 മണി വരെ ഉണ്ടാകും. അല്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ ഇപ്പോൾ ആളുകളില്ലെങ്കിൽ വൈകിട്ട് 7:30 8 മണിയാകുമ്പോൾ നട അടയ്ക്കും. പക്ഷെ പകൽ ഫുള്ളായിട്ട് നട തുറന്നിരിക്കും. സദാസമയം ആർക്കും വേണമെങ്കിലും വന്ന് ദർശനം നടത്താം. അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിൽ തന്നെ ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ അത്ഭുത ദേവലോകമാണ്. ഇവിടെ ആൾദൈവ സെറ്റപ്പല്ല, ഇവിടെ എല്ലാം യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളാകുന്ന ദേവതകളാണ്. നമ്മുടെ മഹർഷിമാർ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കഥ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിതം സൗഭാഗ്യത്തോടുകൂടി മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾ രോഗങ്ങളെയൊക്കെ അതിജീവിച്ച് ദേവപദത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു യാത്രയ്ക്കുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ക്ഷേത്രങ്ങൾ. അല്ലാതെ നിങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവീദേവക്ഷേത്രങ്ങൾ അരുത്, കാരണം അവിടെ അയിത്തം ഉണ്ടാവും എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള ക്ഷേത്രത്തിലാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ അയിത്തവും അനാചാര അന്ധവിശ്വാസവും ഇല്ല. ഇവിടെ എല്ലാ ജാതി മതത്തിലുള്ള ആളുകൾക്കും സമ്പൂർണ്ണ പ്രവേശനമുണ്ട്. പുരുഷനും സ്ത്രീക്കൊന്നും ഒരു വിലക്കുകളില്ല. എല്ലാവർക്കും നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ തിരുസന്നിധിയിൽ നിലവറയുടെ അകത്ത് അവരവരുടെ ഭവനങ്ങളിലുണ്ടാകുന്ന ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പണം നടത്താം. മറ്റൊരു ക്ഷേത്രത്തിലെ ദ്രവ്യങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൻ്റെ പോയിട്ട് ചുറ്റമ്പലത്തിൻ്റെ അകത്തേക്ക് പോലും അവർ കടത്തിവിടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇവിടുത്തെ മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ദിവസം ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഞായറാഴ്ചയുടെ ഏറ്റവും വലിയ ദേവതയായിട്ട് വരുന്ന ശിവൻ തന്നെയാണ്. സൂര്യനെ പ്രതിനിധീകരിക്കുന്ന ശിവനായിട്ടാണ്. അപ്പോൾ ഞായറാഴ്ചയും കൂടി ത്രയോദശി വന്നിരിക്കുന്നു. അത് സൂര്യൻ ഉച്ചം ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണമുണ്ടാകും. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ 11 ദിവസത്തെ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദേവതകൾക്കും 108
കലശമാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലശം ഇടുന്നതിന് ഒരെണ്ണത്തിന് 100 രൂപയാണ്, 108 നടത്തി 10,800 രൂപയാണ്, ബ്രഹ്മകലശത്തിന് 5000 രൂപയാണ്, അത് പാക്കേജിൽ 500 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസം തന്നെ നിങ്ങൾക്ക് ത്രയോദശിയായിട്ട് മഹാദേവന് വഴിപാട് ചെയ്ത വലിയ ഗുണമുണ്ടാകും. അപ്പോൾ രാവിലെ നടക്കുന്ന 108 ജലധാര 500 രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാം, ഒറ്റയ്ക്കണി 16,500 രൂപയ്ക്ക് ചെയ്യാം. അതുകൂടാതെ 4:30 ഭഗവാന് താണ്ഡവം ആരംഭിച്ച് 6 മണിക്ക് അവസാനിക്കും. അവസാനിച്ച് കഴിയുന്ന നിമിഷം നിങ്ങൾക്ക് ഭഗവാന് ഫ്രൂട്ട്സ്, ഇപ്പോൾ നമ്മളൊരു വലിയ നർത്തനമൊക്കെ കഴിഞ്ഞിട്ട് ആവശ്യമായിരിക്കുന്ന സമയത്ത് ഇളനീര് കൊടുക്കാം, അതേപോലെ പഴങ്ങൾ കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുക്കുന്ന പോലെ തന്നെ പിന്നെ കടുംപായസം നിവേദ്യം കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കിവിടെ ഭഗവാന് തട്ടസമർപ്പണം നടത്താം. ആ തട്ടത്തിൽ വാഴപ്പഴങ്ങൾ, അതായത് പൂവമ്പഴം, കദളിപ്പഴം, അങ്ങനെയുള്ള പഴങ്ങൾ വയ്ക്കാം, മുന്തിരി, ഓറഞ്ച്, ആപ്പിള്, ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ വെച്ചിട്ട് ഇളനീരൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് പൈസയ്ക്ക് അനുസരിച്ച് നോർമലി ഉള്ളതാണെങ്കിൽ ചെറിയ ഒരു എമൗണ്ടിൽ 150 രൂപയ്ക്ക് ഒരു തട്ടം സമർപ്പണം നടത്താം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. പിന്നെ കടുംപായസവും ഭാഗ്യസൂക്തം നടത്താം 130 രൂപ. അതുകൂടാതെ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിയിൽ ഇന്നത്തെ ദിവസം നെയ്പായസ ഹോമം ഉണ്ടാവും. അത് ഒറ്റയ്ക്ക് നടത്തുന്നത് 108 ഒരു മഹർഷീശ്വര മന്ത്രം ജപിച്ചുകൊണ്ടുള്ള നെയ്പായസ ഹോമം കൂവള ഇല കൊണ്ടാണ്. കൂവള ഇല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 3 ഭാഗങ്ങൾ 3 ഇതളായിട്ടാണ് ഇരിക്കുന്നത്. ശൈവ, വൈഷ്ണവ, ശാക്തേയമായിട്ടുള്ള ഈ ഇലകൾ 3ഉം ശൈവത്തിന്, വൈഷ്ണവത്തിന്, ശാക്തേയത്തിന് ഓരോ ഇല എടുത്തിട്ട് അതാത് ദേവതകളുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഹർഷീശ്വര മന്ത്രം ജപിച്ച് ഈ നെയ്പായസ ഹോമം നടത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരമാകും, രോഗദുരിതങ്ങൾക്കും പരിഹാരം. 6500 രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പാക്കേജ് ആണെങ്കിൽ വെറും 500 രൂപയ്ക്ക് ചെയ്യാം. അപ്പോൾ ത്രയോദശിയുടെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് ത്രയോദശി ദിവസം നിങ്ങൾ ദൂരത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രണവമലയിൽ മഹാദേവന് ഈ വഴിപാടൊക്കെ ചെയ്താൽ ജീവിതം നല്ല രീതിയിൽ സമൃദ്ധിയിലേക്ക് എത്താം. പിന്നെ ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്താം, ഭഗവാന് ഉടുക്ക് സമർപ്പണം നടത്താം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ത്രയോദശി വീഡിയോ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ പ്രണവമലയിൽ 27 ദേവതകൾക്കും കലശമാട്ടം നടത്തുന്നതിന് 2700 രൂപയാണ്. ഓരോ ക്ഷേത്രത്തിലും 100 രൂപ വെച്ചാണ് 2700 രൂപ. അതേപോലെ ബ്രഹ്മകലശം പാക്കേജ് ആണെങ്കിൽ 13,500 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഭക്തരുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഫോളോവേഴ്സ് വരണം. എന്തുകൊണ്ടാണ്? ഇവിടെ വന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ അവർക്കൊരിക്കലും ഈ ദേവഭൂമി വിട്ടു പോകാൻ തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമുക്ക് 100 രൂപ മുടക്കിയാൽ 10,000 രൂപയാണ് ഭഗവാന്മാർ തിരിച്ചു തരുന്നത്. അപ്പോൾ പിന്നെ അവർ 1000 മുടക്കിയാലോ ലക്ഷം കിട്ടും. ആ ഒരു കണക്കുള്ളവരാണ് ഇവിടെ കൃത്യമായിട്ട് ഫോളോവേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ഈ ത്രയോദശി വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും വരും, 69 വയസ്സായി, 70 വയസ്സായി, 75 വയസ്സായി, എന്നെ എങ്ങനെയെങ്കിലും ജീവിതത്തിലൊന്ന് കരകയറ്റണം, വീടില്ല, മക്കളില്ല, അല്ലെങ്കിൽ മക്കളുണ്ട്, മക്കൾ നോക്കുന്നില്ല, വീട്ടിൽ വലിയ ബഹളമാണ്, കടമാണ്, ബാധ്യതയാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഇതൊക്കെ നല്ല പ്രായത്തിൽ തോന്നണം, ഒരു 40 വയസ്സിലെങ്കിലും തോന്നണം. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് തിരിക്കാൻ പറ്റാത്തത്? ഇപ്പോൾ ഭർത്താക്കന്മാർ കുടിച്ച് റോട്ടിൽ കിടക്കുന്നു, മക്കൾ കുടിച്ച് റോട്ടിൽ കിടക്കുന്നു, കഞ്ചാവ് അടിച്ച് കിടക്കുന്നു. ഇതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രണവമലയിൽ ഒരുപാട് വഴിപാടുകളുണ്ട്. ഈ മഹാദേവന് 108 കുടം ജലധാര കോരുമ്പോൾ തന്നെ മദ്യപാനത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കും. നെയ്പായസ ഹോമം നടത്തുമ്പോൾ മദ്യപാനത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കണം. നമുക്കങ്ങനെ പരീക്ഷണങ്ങളിലൂടെയാണ് ഏത് വഴിപാടാണോ നിങ്ങൾക്ക് ഫലിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ 27 ദേവതകൾക്കുണ്ട്. 27 ദേവതകളുള്ളതുകൊണ്ട് നിങ്ങളുടെ ദശാകാല വഴിപാട് കൃത്യമായിട്ട് എല്ലാ മാസവും ഇവിടെ ചെയ്ത് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട്. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയും ഇല്ലാതെ ലോകത്തിൽ ആദ്യമായിട്ട് ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ വ്യത്യാസമില്ലാതെ ഒരു സംഘടനയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ സംഘടന ഒരുപാട് സഹായം നൽകുന്നു. നിർധനരുടെ വീടുകൾക്കൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനൊക്കെ സംഘടന സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ സംഘടനയുടെ അംഗത്വ കാർഡ് എടുക്കണം. ഈ അംഗത്വ കാർഡിനാണ് അതിൻ്റെ ഫോർമാറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റാഫുകളെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലിങ്ക് അയച്ചു തരും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ആധാർ കാർഡൊക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാർഡ് അടിച്ചു തരും. ആ കാർഡിന് എനിക്ക് 250 രൂപ ചിലവ് വരുന്നുണ്ട്. ഞാൻ ആരെയും ഒരു പൈസ വാങ്ങുന്നില്ല. നമുക്ക് പൈസ എല്ലാം ഈശ്വരൻ നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സനാതന ധർമ്മ സംഘത്തിൽ അംഗമാവനൊക്കെ പറയുന്ന സമയത്ത് ഒരു തോന്നൽ വന്നാൽ മാത്രം പോരാ, അത് ചേരണം, പിന്നീട് ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം നമുക്ക് പ്രണവമലയോടൊപ്പം തിരുപേരമംഗലത്തപ്പനോടൊപ്പം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തോടൊപ്പം മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള തകർച്ചകൾ, സാമ്പത്തിക തകർച്ചയായിക്കോട്ടെ, ശാരീരിക തകർച്ചയായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ആപത്തുകളിലും ചെന്ന് ചാടാതെ ഭഗവാന്മാരെല്ലാവരും കൂടി നിങ്ങളെ വാരിപ്പുണർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. നമുക്ക് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാം എന്നതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അതിനുവേണ്ടിയാണ് ഈ വീഡിയോകൾ ഇങ്ങനെ നിരന്തരം ഇട്ടുകൊണ്ട് നിങ്ങൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പല മതങ്ങളിലും അവിടെ ഉത്ബോധനം നടത്താനൊക്കെ ഒരുപാട് ആചാര്യന്മാരുണ്ട്. ഹൈന്ദവത്തിൽ മാത്രം ഒരുപാട് ആചാര്യന്മാരുണ്ട്. പക്ഷേ അവരുടെ പോക്കറ്റ് വീർപ്പിക്കുക ഉള്ളതല്ലാതെ കണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന ഒരാളും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു ചിന്തയില്ല. ഹൈന്ദവർക്കും ഇല്ല,
ആചാര്യന്മാർക്കുമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷകണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയം എന്ന പേരിൽ ജ്യോതിശാലയം ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ അടുത്ത് വന്നും പ്രശ്നം നോക്കാം. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക. 4 കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. അപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുന്നതിന് 1200 രൂപ ചിലവ് വരും. അപ്പോൾ 1200 രൂപ നിൽക്കുമ്പോൾ അമ്മയെ അയ്യോ അപ്പോ അയ്യപ്പോ എന്നൊന്നും വിളിക്കണ്ട. നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക. 100 രൂപയുള്ളൂ. ഓൺലൈനാണെങ്കിൽ 150 രൂപ. ആ ചരട് വാങ്ങി ധരിച്ച് കഴിയുമ്പോൾ 27 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും. ആ പൈസ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഏലസ് വാങ്ങുക. അതിനുശേഷം എല്ലാ മാസത്തിലും ഇവിടെ 1400 രൂപയുടെ വഴിപാട് 7 ദിവസത്തെ ഗണപതിക്ക് നാരങ്ങമാല ചേർത്ത് 7 ദിവസം ഗണപതി ഹോമം നടത്താം. അങ്ങനെ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ മാസം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വരും. അങ്ങനെ 18 മാസം ആ ഏലസിലൂടെ മുന്നോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കിയിട്ട് 56,000 ചിലവഴിച്ച് ആവാഹന പൂജ നടത്താം. നമുക്കിവിടെ ആവാഹന പൂജയ്ക്ക് ആകെയുള്ള ഒരു തടസ്സം, നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു കൈകാര്യം വന്ന് നോക്കുന്ന സമയത്ത് ആ വാസ്തു ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പാകത്തിലാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അത് വിറ്റ് മാറണം, അല്ലെങ്കിൽ വാടകയ്ക്ക് മാറണം. ആ ഒരു ചിന്തയോടുകൂടിയാണ് നിങ്ങൾ സമീപിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വാസ്തു എന്നൊക്കെ പറഞ്ഞാൽ കത്തുന്നതല്ല. മറ്റുള്ളവർ പറയുന്ന പോലെ തോന്നുന്ന പോലെ അതാവാം ഇതാവാം എന്ന് പറയില്ല. ഇവിടെ എല്ലാത്തിനും ഉത്തരവുണ്ട്. പല പാരമ്പര്യവാദികൾ എൻ്റെ അടുത്ത് ഈ കമൻ്റ് ഇടും. നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊണ്ടുവന്ന് കമൻ്റ് ഇടും. എല്ലാവരും കുറ്റം പറയുകയാണ്. നിങ്ങൾ നേരിട്ടൊരു സംവാദത്തിന് തയ്യാറാണെന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞു ഞാനിവിടെ തയ്യാറാണ്, എന്തിനു വേണമെങ്കിലും തയ്യാറാണ്. പക്ഷേ എൻ്റെ സംവാദത്തിൽ വരുമ്പോൾ ഒരു 10 പേരുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ ആ 10 പേരെ അവർക്ക് വിട്ടുകൊടുക്കും. ആ 10 പേരിൽ ഒരാളെ അവരൊന്ന് നേരെയാക്കി തന്നാൽ മതി. എനിക്ക് അവരുടെ 10 പേരെ വിട്ട് ഞാൻ 10 പേരെ നേരെയാക്കി കൊടുക്കും. ഇതാണ് എൻ്റെ അവരോടുള്ള വെല്ലുവിളി. പക്ഷേ അതിനൊന്നും അവർ തയ്യാറില്ല. അപ്പോൾ അവർ പറയുന്നതെല്ലാം വിശ്വാസമാണെന്ന് പറയും. ഞാൻ അത് സമ്മതിക്കില്ല. കാരണം ഇവിടെ മെൻ്റലായിട്ട് വരുന്ന ഭ്രാന്തായിട്ട് വരുന്ന ഒരാൾക്ക് ഞാൻ ആവാഹന പൂജയിലൂടെ ഭ്രാന്ത് മാറ്റി കൊടുത്തു കഴിയുമ്പോൾ ഈ ഭ്രാന്തിന് ഒരിക്കലും വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവന് നോർമൽ ബുദ്ധി പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പാരൻസ് ആരെങ്കിലുമാണ് വിശ്വാസത്തോടു കൂടി വരുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഫോളോ അപ്പ് ചെയ്യലാണ്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിശ്വസിച്ച് പിന്നാലെ നടക്കണമെന്നില്ല. അതായത് നമ്മളൊരു ആശുപത്രി പോയി ഒരു ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കുളിക്കരുത്, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കണം, അതല്ലെങ്കിൽ ഭക്ഷണം ഇന്നത് കഴിക്കാൻ പാടില്ല, അതേപോലെ എഴുന്നേറ്റ് നടക്കരുത് എന്ന് പറയുന്ന പോലെ ഇന്ന ഗുളികൾ കഴിക്കണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ പൂജ ആവാഹന പൂജ കഴിയുമ്പോൾ കുറച്ച് ഫോളോ അപ്പ് വഴിപാടുകൾ ഉണ്ടാവും. അതങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 27 മുതൽ 81 ദിവസങ്ങളിൽ നിങ്ങൾ വന്ന കാര്യം നടന്നിരിക്കും. അതിലൊരു തർക്കമില്ല. അതിനൊക്കെ ഇവിടെ നടന്നെത്തിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് വഴിപാടുകളുണ്ട്. ഇവിടെ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പാൽപ്പായസ ഹോമമുണ്ട്. അതിവിശേഷമായിട്ട് എന്ത് ശാപമുണ്ടെങ്കിലും അത് മാറും. അതുകൂടാതെ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ബ്രാഹ്മണദാനമുണ്ട്. എന്ത് ശാപമുണ്ടെങ്കിലും ഇവിടുത്തെ ബ്രാഹ്മണൻ എന്ന് പറയും ദേവദേവൻ മഹാദേവനാണ്. അല്ലാതെ നിങ്ങളുടെ നാടുകളിലുള്ള പോലെ കൗബീനവും നൂലും ധരിച്ചിട്ടുള്ള ആളുകളെല്ലാം ഞാനിവിടെ ബ്രാഹ്മണനായിട്ട് കണക്കാക്കുന്നത്. നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ദൈവിക പൂജകൾ ചെയ്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ആർക്കാണോ ഉള്ളത് അവരാണ് യഥാർത്ഥ ബ്രാഹ്മണർ. അപ്പോൾ ആ ഒരു ബ്രാഹ്മണൻ എൻ്റെ നോട്ടത്തിലൂടെ ദേവദേവൻ മഹാദേവൻ, അത് പ്രണവമലയിലെ മഹാദേവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന് ഇവിടെ ജാതീയമായ വേർതിരിവൊന്നുമില്ല. എല്ലാവരും സമത്വം അരുളിക്കൊണ്ടാണ് പ്രണവമല മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ ജ്യോതിഷത്തിലേക്ക് എത്തണം. അല്ലാതെ പൈസ പോകുന്ന പേടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം ചെയ്താൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, എപ്പോഴാണ് നല്ല സമയം, എപ്പോഴാണ് മോശ സമയം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുന്നള്ളിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ ജാതകം കിട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇത്രയും കാലം കണ്ട ഈ മണ്ടത്തരമല്ല യഥാർത്ഥത്തിലുള്ള ജ്യോതിഷമെന്ന് നമ്മുടെ ജാതകം നോക്കി വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ ഒന്ന് മുടക്കണം. അപ്പോൾ പൈസയുടെ കേസ് പറയുമ്പോൾ അയ്യോ എന്നൊന്നും പറയണ്ട. കാരണം നമ്മളാരും ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് പൈസ കൊണ്ടൊന്നും വരുന്നില്ല. വരുമ്പോൾ വെറും കൈയോടെ വരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോഴും വെറും കൈയോടെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ജീവിതം ആടിത്തീർക്കുന്നതിന് വേണ്ടിയാണ് പൈസ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ പൈസ എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ ഒരു ഭൂമിയിലേക്ക് കൃഷി ചെയ്ത് വിളയിച്ച് പൈസ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭഗവാനായിട്ട് ഒരു ഷെയർ പിടിച്ച് ഭഗവാന്റെ പിന്നാലെ നടന്ന് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി പറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇപ്പോൾ ഭഗവാന്മാർക്ക് കലശമാടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു സ്ഥലത്തും ഇതേപോലെ കലശാട്ടമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം മറ്റുള്ളിടത്തെ കലശം എന്ന് പറഞ്ഞാൽ 9 കലശം 10 മിനിറ്റിനുള്ളിൽ അവർ എല്ലാ പരിപാടിയും തീർന്ന് പോയിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. 27 ക്ഷേത്രങ്ങളിൽ 108 കലശം ബ്രഹ്മകലശത്തോടുകൂടി എല്ലാ വർഷവും കൃത്യമായിട്ട് ആടുകയാണ്. തന്ത്രി ആടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദേവന്മാർക്ക് പവർ വർദ്ധിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ഇങ്ങനെ വർദ്ധിച്ച് വരുമ്പോൾ എന്താ ഗുണമുള്ളത്? നിങ്ങൾ ജസ്റ്റ് പ്രണവമലയിലൊന്ന് കാല് കുത്തുന്ന നിമിഷം തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചിട്ടുണ്ടാകും. അതേപോലെ വിദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ട് വഴിപാട് ചെയ്ത് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ആളുകൾ പെട്ടെന്ന് വിളിച്ചാൽ പറയും 27 സ്ഥലത്ത് മുട്ടർക്ക് നടത്താം, അതിന് 2700 രൂപയാണ്. 27 സ്ഥലത്ത് കടമയസം കൊടുക്കുക, അതിന് 2700 രൂപയാണ്. 27 സ്ഥലത്ത് ഭാഗ്യസുക്തി നടത്താം, അതിന് 810 രൂപയാവും. 27 സ്ഥലത്ത് തട്ടസമർപ്പണം നടത്തുക, അത് നേരിട്ടാണെങ്കിൽ ഒരെണ്ണത്തിന് 300 രൂപ വെച്ച്, ഓൺലൈനാണെങ്കിൽ 350 രൂപ വെച്ച്. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ജോലിയില്ലാത്തവരായിക്കോട്ടെ, വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ആർജവം, ഒരു സഹായം, ഈശ്വരൻ്റെ സഹായം അവർക്ക് അവിടെ ലഭിക്കും. അല്ലാതെ വെറുതെ തള്ളിമറിക്കലല്ല. നിങ്ങൾക്ക് ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്, ചുമ്മാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ചുമ്മാ എന്ന് പറയുന്നവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ ഈ ചാനലിൽ ഇരുന്ന് പറയുന്ന പോലെ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പറയും ചുമ്മാ ഇതെല്ലാം ചുമ്മാ. അപ്പോൾ അങ്ങോട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് പറയുന്നത്. ഇതേപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും ജ്യോത്സ്യന്മാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഇതിൻ്റെ പിന്നാലെ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് അത് നമ്മുടെ ഹൈന്ദവരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്തൊക്കെ കാണിച്ചു തന്നാലും ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്നത്. അത്രയും മണ്ടത്തരങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന മണ്ടശിരോമണികളാണ്. ഇങ്ങനെ മണ്ടന്മാരായതുകൊണ്ടാണ് ഇവരില്ലാത്ത നുണക്കഥ പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നുണക്കഥ പറഞ്ഞ് പറ്റിക്കാൻ എനിക്ക് എന്തായാലും ഉദ്ദേശമില്ല. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി കാണിച്ചു തരിക. ഒരാളെങ്കിൽ ഒരാൾ ആ ജീവിതത്തിൽ അയാളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എൻ്റെ ചിന്തകൾ എപ്പോഴും നമ്മുടെ അയൽവക്കത്തുള്ളവർ നന്നായി കിടന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ചുറ്റുവട്ടത്തുള്ളവർ ഒരു 500-1000 ഒക്കെ വായ്പ വയ്ക്കാൻ പറ്റിയ ആളുകളാണ് നമ്മുടെ ചുറ്റിലുള്ളവരെങ്കിൽ നല്ലതല്ലേ? ആ രീതിയിൽ ഇത് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും അങ്ങനെ ഒരു കൂട്ടായ്മ എപ്പോഴും ഉണ്ട്. നമുക്ക് ഹൈന്ദവർക്ക് മാത്രം ഒരിക്കലും ആ ഒരു കൂട്ടായ്മയില്ല. അടുത്തുള്ളവരൊന്നും നശിച്ച് കിടക്കണം എന്നുള്ള ചിന്തയിൽ ചിന്തിക്കുന്നത്. നമുക്കിവിടെ നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നല്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ എന്നോട് സംസാരിച്ചത്, ആളുകൾക്ക് ഈ ഓഫീസർമാർക്കൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ക്ഷുദ്രം ചെയ്യുന്ന കാര്യത്തിന് അവർ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും വിശ്വാസമല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ക്ഷുദ്രം ചെയ്യുന്നത് വിശ്വസിച്ച് ചെയ്യാം, ഇങ്ങനെ രക്ഷപ്പെടുന്നത് വിശ്വാസമില്ല എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോ ഒക്കെ ഇടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങുക, പ്രശ്നം നോക്കുക, പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. അങ്ങനെ 4 കാര്യങ്ങൾ ചെയ്ത് തന്നെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസ്വായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി എന്നുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരും. 1 വർഷത്തേക്ക് സമൃദ്ധി ഉണ്ടാകും. അതുപോലെ 10-ാം ഉദയം വരുന്നുണ്ട്. 10-ാം ഉദയം വരുമ്പോൾ പലരും ധരിച്ചിരിക്കുന്ന 10-ാം ഉദയത്തിന് ഒരു മുഹൂർത്തം നോക്കേണ്ട, ശുഭം എന്ന് കരുതുന്ന വീട് താമസവും കല്യാണമൊക്കെ അതൊന്നും ശുഭമല്ല. കാരണം സൂര്യൻ ഉച്ചം ചെയ്ത 13 ദിവസം കഴിഞ്ഞിട്ട് നല്ല മുഹൂർത്തം കിട്ടുകയുള്ളൂ. അതിനേക്കാളും ഉപരിയായിട്ട് 10-ാം ഉദയത്തിൻ്റെ അന്ന് പൗർണമിയാണ്. ഈ പൗർണമിയുടെ അന്നും വീട് താമസം കല്യാണം നടത്താൻ പാടില്ല. അപ്പം അങ്ങനെ മണ്ടത്തരത്തിൽ ചാടാതിരിക്കുക. അതിനൊക്കെ നല്ല ആസ്ട്രോളജർ കണ്ട് നമ്മുടെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തിൻ്റെ മുഹൂർത്തം എടുക്കുക. ഞങ്ങൾ ഈ 10-ാം ഉദയം മുഹൂർത്തം ഒന്നും എടുത്തു തരില്ല. കാരണം നിങ്ങളൊരു നല്ല കാര്യത്തിലേക്ക് എത്തി ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെന്നുള്ള യാഥാർത്ഥ്യം അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം നമുക്ക് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തോടൊപ്പം പ്രണവമലയോടൊപ്പം തിരുവേരമംഗലത്തിനോടൊപ്പം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ജീവിത വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.